രാവിലെ മുതൽ മഴ ചെറിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നിലവിൽ എന്താണ് സാഹചര്യം എന്ന് അറിയേണ്ടതുണ്ട്. PV ജോഷില ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജോഷില, നിലവിൽ ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി നൽകിയിരിക്കുകയാണ്. എന്തായാലും മഴ അത് വലിയ പ്രതിസന്ധിയായി നമുക്ക് മുന്നിലുണ്ട്. രാവിലെ ജോഷില ലൈവ് ആരംഭിക്കുമ്പോഴൊക്കെ അവിടെ മഴയുണ്ടായിരുന്നു. നിലവിൽ എന്താണ് സാഹചര്യം? അക്ഷയ്, ഇപ്പോൾ മഴ മാത്രമല്ല കോടയടക്കം എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. കോട നിറഞ്ഞു വരുന്ന, അതായത് ഈ ഭാഗത്തേക്ക്, ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് അടക്കം കോട നിറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. കോടമഞ്ഞ് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മഴയും അതിനോടൊപ്പം തന്നെ മഴയുമുണ്ട്. ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നീക്കും. എന്തായാലും രാവിലെ സാധാരണ രീതിയിലുള്ള തിരച്ചിൽ ആണ് ആരംഭിച്ചത്. മന്ദഗതിയിലായിരുന്നു തിരച്ചിൽ എന്ന് വേണം പറയാൻ. ഇപ്പോൾ NDRFന്റെ ടീം അവിടെ ഒരു യോഗം ചേരുന്നുണ്ട്. തിരച്ചിൽ സംഘം അവിടെ യോഗം ചേർന്നിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും തിരച്ചിൽ മന്ദഗതിയിലാവുക എന്ന് പറഞ്ഞാൽ 8 മണിയോടുകൂടി വളരെ ഊർജിതമായ തിരച്ചിൽ ആരംഭിക്കേണ്ട സമയമാണ്. എന്നാൽ തിരച്ചിൽ ഇപ്പോൾ മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ നേരത്തെ രാവിലെ ഉണ്ടായിരുന്ന ചെറിയൊരു തിരച്ചിലൊക്കെ അവസാനിപ്പിച്ച് അവർ ഇപ്പോൾ യോഗം ചേരുകയാണ്. എങ്ങനെയാണ്, ഒരുപക്ഷെ 4 ടീമുകളായി തിരിക്കാനുള്ള യോഗമായിരിക്കും. എന്നാൽ പോലും നമ്മുടെ മുന്നിൽ മുണ്ടക്കൈ ചൂരൽമല തിരച്ചിലൊക്കെ തന്നെ നമ്മളുടെ മുന്നിലുണ്ട്. ആ ഒരു രീതി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം അത്രയും ആ ഒരു ഗൗരവതരമായ രീതിയിലേക്കൊന്നും തിരച്ചിൽ പോയിട്ടില്ല. ഇപ്പോഴാണ് യോഗം ചേരുന്നത് തന്നെ. സാധാരണ രീതിയിൽ രാവിലെ തന്നെ യോഗം ചേർന്ന് 4 ടീമുകളായി തിരിച്ച് ഓരോ ഭാഗത്തേക്കും ആളുകളെ വിട്ട് പരിശോധന ആരംഭിക്കേണ്ട സമയമായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കോട നിറഞ്ഞു വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ തിരച്ചിൽ കൂടുതൽ ദുർഘടമായി തീരും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ആ തിരച്ചിൽ വളരെ ഊർജ്ജസ്വലമായി നടത്തേണ്ടതായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ യോഗം ചേരുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കൊങ്കൺ കോർപ്പറേഷനാണ് ഈ ഒരു തുരങ്കപാതയുടെ മേൽനോട്ടം വഹിക്കുന്നത്. അവർ ഏൽപ്പിച്ച, അല്ലെങ്കിൽ അവർ കൈമാറിയ കമ്പനി എന്ന് പറയുന്നത്, കരാർ കൊടുത്ത കമ്പനി ദിലീപ് ബിൽകോൺ ലിമിറ്റഡ് ആണ്. അതിൻ്റെ ജനറൽ മാനേജർ സെബാസ്റ്റ്യൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടല്ല ഈ ഒരു വലിയ പ്രശ്നമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധമില്ല എന്നുള്ളതാണ്. മണ്ണ് നിറഞ്ഞതല്ല ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ള രീതിയിലേക്കാണ് അവർ പോകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് വനപ്രദേശത്ത് നിന്നാണ് ഈ പൊട്ടലുണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ കമ്പനിയെ കുറ്റം പറയുന്ന രീതിയിലേക്ക് സർക്കാർ മാറുകയാണ്. എന്നാൽ സർക്കാരിനെ അത് ബോധ്യപ്പെടുത്തും എന്നുള്ള രീതിയിൽ അവരുടെ സംവിധാനങ്ങളെല്ലാം തന്നെ, അതായത് ഈ കരാർ കമ്പനിയുടെ സംവിധാനങ്ങളും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലാണ് സെബാസ്റ്റ്യൻ പ്രതികരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സന്തോഷ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തരുമായിരിക്കും. സന്തോഷായിരുന്നു അവിടെ സെബാസ്റ്റ്യൻ ബൈറ്റ് എടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പോലും അറിഞ്ഞ വിവരം അനുസരിച്ച് ഇതാണ്, അതായത് കമ്പനി കൈയൊഴിയുന്നു, ഈ ഒരു ദുരന്തത്തെ കമ്പനി കൈയൊഴിയുന്നു. മണ്ണ് ഒലിച്ചതല്ല പ്രശ്നം, അതിനു മുന്നേ വനമേഖലയിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെ കമ്പനി പോകുന്നു. അതേസമയം തന്നെ ഇന്നലെ കൃഷി മന്ത്രി പറഞ്ഞ കാര്യം, ഇത് മണ്ണൊലിപ്പിനെ തുടർന്നുണ്ടായ ദുരന്തമാണ് എന്നുള്ളത് തന്നെയായിരുന്നു. അത്രയും അടി ഉയരത്തിൽ മണ്ണ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിലൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നേരത്തെ തന്നെ അവലോകന യോഗത്തിൽ, PWDയുടെ അവലോകന യോഗത്തിൽ ഈ മണ്ണ് വരുത്തി വെക്കുന്ന ദുരന്തത്തെക്കുറിച്ചൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. മണ്ണ് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്തായാലും അതിൽ വലിയൊരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ മണ്ണ് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ കമ്പനിയെ അടക്കം ആ മണ്ണല്ല പ്രശ്നം എന്നുള്ള രീതിയിൽ കമ്പനി രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്തും എന്നാണ് പറയുന്നത്. ആ രീതിയിൽ കമ്പനി ബോധ്യപ്പെടുത്തി എന്നുള്ള രീതിയിൽ അത് സർക്കാർ വീണ്ടും അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ അത് വീണ്ടും വലിയ, അതായത് ഇത്തരമൊരു ദുരന്തത്തെ കയ്യേൽക്കാത്ത ഒരു രീതിയിലേക്ക് തന്നെയായിരിക്കും പോവുക. എന്തായാലും മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 3 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. 5 പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. എന്നാൽ തിരച്ചിലിന് നമുക്ക് ഈ കാലാവസ്ഥ കണ്ടാൽ അറിയാം,
കോട ആണ് തിരച്ചിലിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മഴയും വരുന്നുണ്ട്, മഴയുടെ ഒരു കാലാവസ്ഥ കൂടിയുണ്ട്. ഇത് രണ്ടും കൂടിയായാൽ വലിയ ദുർഗണം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് മാറും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ മണ്ണൊക്കെ തന്നെ മാറ്റാൻ സാധിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞില്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം, ആ സമയം വരെ സംശയം തുടരുന്ന അവസ്ഥ അല്ലെങ്കിൽ ആശങ്ക നിലനിൽക്കുന്ന അവസ്ഥ വരും. അതേസമയം തന്നെ ഈ 3 മൃതദേഹങ്ങളും അതിഥി തൊഴിലാളികളുടേതായതുകൊണ്ട് തന്നെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എംബാം ചെയ്ത ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. DMOയ്ക്കും അതുപോലെ തന്നെ കളക്ടർക്കുമാണ് അതിനുള്ള ചുമതല ഉള്ളത്. എംബാം ചെയ്ത ശേഷം ഇവരുടെ കുടുംബാംഗങ്ങളെ അടക്കം നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അപകടത്തിൽപ്പെട്ട അതിഥി തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളുണ്ട്, അവരെയും നാട്ടിലേക്ക് ഈ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള സുരക്ഷിതമായി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ പോലും തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല, അതായത് ഔദ്യോഗികമായ രീതിയിൽ ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ റോഡ്, അതായത് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള മേപ്പാടിയിൽ നിന്നും വരുന്ന ഈ റോഡ്, മീനാക്ഷി പാലവും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ റോഡും ഒക്കെ തന്നെ മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി പുലരുവോളമായിരിക്കണം ആ മണ്ണ് മാറ്റിയിട്ടുണ്ടാവുക. എന്തായാലും രാവിലത്തേക്ക് ആ റോഡിൻ്റെ ഗതാഗതം ഏകദേശം പൂർണ്ണമായ തോതിൽ അല്ലെങ്കിൽ പോലും അത്യാവശ്യം പ്രശ്നങ്ങളുണ്ടായാൽ സുരക്ഷ ഏർപ്പെടുത്താവുന്ന വിധത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അത് മാറ്റുന്ന സമയത്ത് തന്നെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലേക്കും നീക്കിയ മണ്ണ് കൂടിയുണ്ട്. ആ മണ്ണ് അടക്കം ഇന്നലെ ഉണ്ടായിരുന്ന മണ്ണിൻ്റെ മുകളിലേക്ക് നീക്കിയതും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ മണ്ണ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ 2 ഭാഗത്തു നിന്നുള്ള മണ്ണ് കൂടി നീക്കണം. അതുപോലെ തന്നെ പുഴയുടെ ഭാഗത്തു നിന്നുള്ള ക്ലിയറൻസ് വരുത്തേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെ നടത്തിയാൽ മാത്രമേ 5 തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്താണ്, ആ ഒരു ആശങ്ക അകറ്റാൻ സാധിക്കുകയുള്ളൂ. അക്ഷയ്.